കുട്ടിയുടെ പ്രതികരണങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നു. സൗഹൃദത്തിന്റെ പേരിൽ സഹപാഠികൾ തമ്മിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തുന്ന ആശയവിനിമയം, അതിൻ്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ മേമ്പൊടി ഉപയോഗിച്ച് ആ പെൺകുട്ടിയെ വക്രീകരിക്കാനും വശീകരിക്കാനും വഴിതെറ്റിക്കാനുമാണ് ഈ സഹപാഠി ശ്രമം നടത്തിയിട്ടുള്ളത്. ഇതൊരു വലിയ ഗൂഢാലോചനയാണ് എന്ന് ആ കുട്ടിയുടെ വെളിപ്പെടുത്തലുകളിൽ നിന്ന് നമുക്ക് ഏവർക്കും ബോധ്യമാവും. കേരളത്തിൽ ഏറെ വിവാദവും ചർച്ചയ്ക്കും വഴിവെച്ച ലവ് ജിഹാദ് എന്ന പരാമർശം ഇല്ല എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ, ഇല്ല എന്ന് പറഞ്ഞ ഭരണകക്ഷിയും പ്രതിപക്ഷവും കൊട്ടാരക്കരയിലെ ഈ പെൺകുട്ടിയെ കാണാനും കണ്ടെത്താനും കേൾക്കാനും തയ്യാറാകണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ആ കുട്ടിക്ക് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ പറയുന്നത് ഒരു പക്ഷേ ആ കുട്ടിയെ തിരിച്ചറിയുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ പരാമർശം ഇവിടെ നടത്തുന്നില്ല. വ്യക്തിജീവിതത്തിൽ വലിയ പരിമിതിയുള്ള ആ കുട്ടിയെ സ്നേഹിക്കുന്നു എന്ന വ്യാജേന മതം മാറ്റാൻ വേണ്ടിയിട്ട് ഈ സഹപാഠി ശ്രമിക്കുകയാണ്. മതം മാറ്റം താൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പ്രതികരണം നടത്തുമ്പോൾ ആ പെൺകുട്ടിയുടെ മതത്തെയും ആ മതം പ്രതിദാനം ചെയ്യുന്ന വിശ്വാസ ബിംബങ്ങളെയും ഈ വിദ്യാർത്ഥി പരിഹസിക്കുകയാണ്. എന്നിട്ട് തൻ്റെ മതത്തിൽ, ഇസ്ലാമായിട്ടുള്ള മതത്തിൽ വിശ്വസിക്കണമെന്നും ആ മതവുമായി ബന്ധപ്പെട്ട ദൈവത്തെ അഭിസംബോധന ചെയ്യണമെന്നും ഈ സഹപാഠി ആവശ്യപ്പെടുന്നതും നിർബന്ധിക്കുന്നതും കേവലം സ്നേഹമായി കാണാൻ സാധ്യമല്ല. അതാണൊരു ജിഹാദ്, ലവ് ജിഹാദ്. അതാണ്. ആ പെൺകുട്ടി അതിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിക്കുമ്പോൾ വല്ലാണ്ട് അവരെ സമ്മർദ്ദത്തിലാക്കുകയാണ്, മാനസിക പ്രയാസത്തിലാക്കുകയാണ്, ഭീഷണി ഉണ്ടാക്കുകയാണ്. ഇത് ഇന്ന് വെളിപ്പെടുത്തിയിട്ടുള്ള ഈ 12ാം ക്ലാസ്സുകാരിക്ക് മാത്രമല്ല അനുഭവിക്കേണ്ടി വന്നത്. ഒപ്പം പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥിയെ വിദ്യാലയത്തിൽ വെച്ച് ശാരീരികമായ പീഡനത്തിന് വിധേയമാക്കുന്നത് തത്സമയം ക്യാമറയിലൂടെ കണ്ട സ്കൂൾ അധികൃതർ ആ വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. സ്കൂളിൽ പഠിക്കുന്നതിന് അയോഗ്യത കൽപ്പിച്ച് ഈ വിദ്യാർത്ഥിയെ പുറത്താക്കി. പീഡനത്തിന് വിധേയമായ പെൺകുട്ടി വലിയ സമ്മർദ്ദങ്ങൾക്ക് ശേഷം പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ. പരാതി കൊടുത്തത് പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ്. പക്ഷേ ആ പരാതി പോലീസ് നിയമ നടപടി സ്വീകരിക്കാതെ വെച്ച് താമസിപ്പിച്ച് ഇപ്പോൾ ആ പരാതി ഒത്തുതീർപ്പാക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഈ പീഡകന്, ഈ ലവ് ജിഹാദിന്റെ സ്പോൺസർക്ക്, അതിൻ്റെ പ്രചാരകന്, അതിൻ്റെ പ്രയോക്താവായിട്ടുള്ള ഈ വിദ്യാർത്ഥിക്ക് വലിയ പിൻബലം ലഭിക്കുന്നു എന്നാണ് ഏതൊരാൾക്കും ബോധ്യമാവുന്നത്. ഇപ്പോൾ ഈ കൊട്ടാരക്കരയിലെ 12ാം ക്ലാസ്സുകാരി പോലീസിനെ സമീപിക്കുന്നതിന് മുമ്പ് പെൺകുട്ടികൾക്ക്, പ്രായപൂർത്തിയാകാത്ത ആ കുട്ടികൾക്ക് സുരക്ഷയൊരുക്കേണ്ട ചൈൽഡ് ലൈൻ അവരെടുത്ത് ഈ ആവശ്യങ്ങളും ഈ ആവലാതികളും ഉന്നയിച്ചപ്പോൾ പോലും ആ സംവിധാനം ഗൗരവത്തോടെ തുടർന്ന് പ്രവർത്തിച്ചില്ല. വേണ്ട നിയമ നടപടികൾ സ്വീകരിച്ചില്ല. ഇവർക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കി കൊടുത്തില്ല. ഈ പെൺകുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ആത്മബലം നൽകിയില്ല. കുറ്റകരമായ സമീപനമാണ് ചൈൽഡ് ലൈനിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനുശേഷം ഈ ആൺ സുഹൃത്തിന്റെ സമ്മർദ്ദം അതിജീവിക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് മാതാവിൻ്റെയും മറ്റ് ബന്ധുക്കളുടെയും പ്രേരണയാൽ കൊട്ടാരക്കരയിലെ പോലീസിനെ ഈ വിദ്യാർത്ഥി സമീപിക്കുന്നത്. ആ സന്ദർഭത്തിലും പോലീസ് ഈ കുട്ടിയുടെ പ്രതികരണത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് പ്രവർത്തിച്ചില്ല എന്ന ആക്ഷേപം ആ കുട്ടിക്കുണ്ട്, ബന്ധുക്കൾക്കുണ്ട്. ഈ സംഭവം ഒതുക്കി തീർക്കാനും ഒത്തുതീർപ്പാക്കാനും കൊട്ടാരക്കരയിലെ പോലീസ് ശ്രമിച്ചു. പറഞ്ഞത്രയും മൊഴി കൃത്യമായി എഴുതിയെടുത്തിട്ടില്ല. അത് വായിച്ച് കേൾപ്പിച്ച് ബോധ്യപ്പെടാതെ ഒപ്പിട്ട് നൽകി മൊഴിപ്പകർപ്പ് ഈ വിദ്യാർത്ഥിനിക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കൊട്ടാരക്കരയിലെ പോലീസ് ഈ കാര്യത്തിൽ
പെൺകുട്ടിക്കൊപ്പമല്ല നിൽക്കുന്നത്. പെൺകുട്ടിയെ വഴിതെറ്റിക്കാനും മതം മാറ്റാനും ഒക്കെ ശ്രമിച്ചിട്ടുള്ള ആൺ സുഹൃത്തിനൊപ്പമാണ് കൊട്ടാരക്കരയിലെ പോലീസ് നിൽക്കുന്നത്. ഇപ്പോഴാ പെൺകുട്ടി വലിയ മാനസിക സമ്മർദ്ദത്തിലാണ്. രക്ഷകർത്താവ് സ്ഥലത്തില്ല. വീണ്ടും തുടർന്ന് പഠിക്കാൻ പോകേണ്ടതായിട്ടുണ്ട്. അവരുടെ സ്വൈര്യ ജീവിതം വലിയ വെല്ലുവിളി നേരിടുകയാണ്. രാത്രിയിൽ ഇരുചക്ര വാഹനങ്ങളിൽ വലിയ ശബ്ദത്തിൽ ആക്രോശിച്ചുകൊണ്ട് അവരുടെ വീടിന്റെ പരിസരത്തേക്ക് ഭീതിതമായ ചില ആളുകൾ വരുന്നു. അതുകൊണ്ട് കൊട്ടാരക്കരയിലെ പോലീസ് അടിയന്തരമായി ഈ ആൺ സുഹൃത്തിനെ കണ്ടെത്തി നടപടി സ്വീകരിക്കണം, അറസ്റ്റ് ചെയ്യണം. ഗൗരവത്തിൽ ആ കുട്ടിയുടെ അനുഭവങ്ങൾ മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ ആ കുട്ടി തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൊട്ടാരക്കരയിലെ പോലീസ് ഉണർന്ന് പ്രവർത്തിക്കണം. ഈ കുട്ടി മാത്രമല്ല, ആ ക്ലാസ്സിൽ ഈ ആൺ സുഹൃത്തിന്റെ ഒപ്പം പഠിച്ചിട്ടുള്ള മറ്റു പല കുട്ടികളെയും ഇങ്ങനെ വഴിതെറ്റിക്കാനും പ്രേമം നടിച്ച് ശാരീരികമായി ഉപയോഗിക്കാനും ഈ ആൺകുട്ടി നടത്തിയിട്ടുള്ള, ഈ ആൺ സുഹൃത്ത് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ പോലീസ് സമഗ്രമായി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ലവ് ജിഹാദ് എല്ലാ അർത്ഥത്തിലും കൊട്ടാരക്കരയിൽ നമുക്ക് പ്രകടമാണ്, ഈ സംഭവത്തിലൂടെ പ്രകടമാണ്. അതുകൊണ്ട് പോലീസ് കാര്യഗൗരവമായി ഇതിൻ്റെ ഉള്ളുകള്ളികളെ കുറിച്ച് അന്വേഷിക്കണം. ഈ വിദ്യാർത്ഥി സുഹൃത്തിനെ സഹായിക്കുന്ന സംരക്ഷണ കേന്ദ്രങ്ങളെക്കുറിച്ചും ആ വിദ്യാർത്ഥി സുഹൃത്തിന് നൽകുന്ന സാമ്പത്തിക സഹായത്തെ സംബന്ധിച്ചുമൊക്കെ കാര്യക്ഷമമായി അന്വേഷിക്കുകയും ഈ സംഭവത്തിൽ നിയമ നടപടി കർക്കശമായി സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. BJP എത്തരത്തിലുള്ളൊരു സഹായം അവർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നിയമസഹായമാണ്, പ്രശ്നമാണ്. ഇതൊരു മാനുഷികമായ പ്രശ്നം കൂടിയാണ്. കാരണം ആ പെൺകുട്ടി നേരിടുന്ന ശാരീരികമായ വെല്ലുവിളികളുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കൊരു കരുണ തോന്നുന്ന, ഒരു കാരുണ്യം തോന്നുന്ന ഒരു പരിസ്ഥിതിയിലാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യത്വപരമായ സംരക്ഷണം ആ മകൾക്ക് BJP നൽകും. അവർ നടത്തുന്ന എല്ലാ നിയമ പോരാട്ടങ്ങൾക്കും സഹായമായി, പിൻബലമായി BJP അവർക്കൊപ്പം ഉണ്ടാകും. പോലീസിന്റെ നിഷ്ക്രിയത്വം ജനങ്ങളുടെ മുമ്പിൽ BJP തുറന്നു കാണിക്കുകയും ചെയ്യും. കാരണം പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഈ വിദ്യാർത്ഥിയുടെ പീഡനത്തിനിരയായ വിദ്യാർത്ഥിനി കൊടുത്ത പരാതി ഒത്തുതീർപ്പാക്കിയ പശ്ചാത്തലം അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. അതേ മാതൃകയിൽ ഈ സംഭവം ഒത്തുതീർപ്പാക്കാൻ കൊട്ടാരക്കര പോലീസ് ശ്രമിച്ചാൽ അത് അനുവദിക്കില്ല, അത് അംഗീകരിക്കില്ല. ആ കുടുംബം നടത്തുന്ന നിയമ പോരാട്ടത്തിന് പിൻബലമായി BJP ആ കുടുംബത്തിനൊപ്പം ഉണ്ടാവും. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും ഷാഡോ പോലീസിന്റെയും SP-യുടെ ഒക്കെ മൂക്കിന് താഴെ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ നടക്കുമ്പോൾ വരും ഘട്ടങ്ങളിൽ ഇതിനെ എങ്ങനെയാണ് BJP നോക്കിക്കാണുന്നത്? സ്പെഷ്യൽ ബ്രാഞ്ചിനും ഷാഡോ പോലീസിനും എല്ലാം തന്നെ കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനത്തെ അവർക്ക് നല്ല ബോധ്യമുണ്ട്, തിരിച്ചറിവുള്ളവരാണ്. പക്ഷെ നാട് ഭരിക്കുന്ന സർക്കാരിന്റെ നയത്തിനൊപ്പം മാത്രമേ കേരളത്തിലെ പോലീസിന് പോകാൻ സാധിക്കത്തുള്ളൂ. അത് സ്പെഷ്യൽ ബ്രാഞ്ച് ആയാലും ഷാഡോ പോലീസ് ആയാലും ചൈൽഡ് ലൈൻ ആയാലും ഒക്കെ. അവര് ഈ നാട്ടിൽ ഇങ്ങനെ ഒന്നുമില്ല. ഇങ്ങനെ സ്നേഹം നടിച്ച്, പ്രേമം നടിച്ച് പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്ന ഒരു നില കേരളത്തിലില്ല എന്ന സർക്കാരിന്റെ നിലപാടുണ്ട്. ആ നിലപാടിനൊപ്പമാണ് ഈ ഏജൻസികൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ ഏജൻസികളുടെ പരിമിതി. അവർക്ക് ഈ സംഭവങ്ങൾ ബോധ്യമുള്ളതാണ്.